OnePlus 13s ആണ് ടെക് ലോകത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കോമ്പാക്ട് ഫോണെന്ന ഹൈപ്പിലെത്തുന്ന ഈ ഫോണിൻ്റെ നിലവിലെ വില 50,000 രൂപയിൽ മുകളിലാണ്. എന്നാലോ ഇത്രയും വില കൊടുത്തു വാങ്ങുന്ന ഫോണിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല, IP68 or 69 സർട്ടിഫൈഡ് അല്ല, വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല, ടെലിഫോട്ടോ ലെൻസിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല, ഹാസിൽബ്ലാഡ് ട്യൂണിംഗ് ഇല്ല, വയർലെസ് ചാർജിംഗ് ഇല്ല, ബാറ്ററി സിംഗിൾ സെല്ലായതിനാൽ ചാർജ് ചെയ്യാൻ 1 മണിക്കൂറോളം വേണ്ടിവരും. പോരാത്തതിന് ടൈപ്പ് സി പോർട്ട് ഓൾഡ് ജനറേഷൻ USB 2.0 ആണ്. അങ്ങനെ ഒരുപാട് പോരായ്മകൾ സഹിച്ച് ഈ ഫോൺ എടുക്കാൻ വിലയിൽ വല്ല കുറവുമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കോമ്പാക്റ്റ് ആണെന്നതും സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ആണെന്നതുമാണ് എടുത്തു പറയത്തക്ക പ്രത്യേകതകൾ. ഗ്ലാസ് ബാക്ക്, അലൂമിനിയം ഫ്രെയിം, മുന്നിൽ ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ, 6.32 ഇഞ്ച് 1.5K റെസൊല്യൂഷൻ, LTPO AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് SoC, 12GB LPDDR5X RAM, 256 or 512GB UFS 4.0 സ്റ്റോറേജ്, 50MB മെയിൻ സെൻസർ, 50MB ടെലിഫോട്ടോ ലെൻസ്, 32MB സെൽഫി ക്യാമറ, 5850 mAh സിലിക്കൺ കാർബൺ ബാറ്ററി, 80 വാട്ട് വയേർഡ് ചാർജിംഗ്, 5 വാട്ട് റിവേഴ്സ് വയേർഡ് ചാർജിംഗ്, ബ്ലൂടൂത്ത് 6.0, വൈഫൈ 7, IR ബ്ലാസ്റ്റർ, പ്ലസ് കീ, ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്നിവയാണ് ഈ ഫോണിൻ്റെ സ്പെക്സ്. ഇനി ഇത് നല്ലൊരു ചോയ്സാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.